ഈ ആഴ്ചയുടെ തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത് വി എൻ പ്രദീപ്. ഓക്കെ അപ്പൊ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ. സെറ്റിങ്ങിന് എനിക്ക് പറ്റിയ കുഴപ്പം. ഓക്കെ, താങ്ക് യു ചേട്ടാ. സോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഒരു പുതിയ ആഴ്ചയുടെ തുടക്കമാണ്. ഇപ്പൊ രാവിലെ പറയുന്നത് മഴയൊക്കെ ആയിട്ട് വലിയൊരു മാറ്റം അത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വ്യത്യസ്തമായിട്ടൊരു കാലാവസ്ഥയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണെന്നാണല്ലോ പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ പല പോസിറ്റീവ് തിങ്കിങ് ബുക്സിനെ കുറിച്ച് പറയാറുണ്ട്. അടുത്ത കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബുക്കായിരിക്കാം ബിലീവ് ഇൻ യുവർ സെൽഫ്. പ്രിയ കോൺവാൾ എന്ന് പറയുന്ന ശ്രീ അവരെഴുതിയ 2022 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്. ശരിക്കും നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന സെൽഫ് ഹെൽപ്പ് ബുക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മാജിക് ഓഫ് തിങ്കിങ്ങിന്റെ ഒക്കെ രീതിയിലുള്ള ഒരു ബുക്കാണ്. എന്താണ് ബിലീവ് ഇൻ യുവർ സെൽഫ്? നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എന്നാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞത്, അല്ലെ? നമ്മളിൽ തന്നെ വിശ്വസിക്കുക. എന്താണ് അതിന്റെ ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ നമുക്ക് സക്സസ് ആകണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട രണ്ട് കാര്യം എന്താണ്? അല്ലെ, പ്രധാനമായിട്ടും വേണ്ട പല കാര്യങ്ങളുണ്ട്. എന്താണ്? സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ. നമ്മളിൽ തന്നെ വിശ്വസിക്കുക, നമ്മളുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു മിനിറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒത്തിരിയധികം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് തോട്ട്സ് എന്ന് പറയാം, അല്ലെ? ദശലക്ഷക്കണക്കിന് ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ചിന്തകൾ ഏതായിരിക്കും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഉറപ്പായിട്ടും ഏറ്റവും കൂടുതലുള്ള ചിന്തകൾ ഏതായിരിക്കും? നെഗറ്റീവായുള്ള ചിന്തകളായിരിക്കും. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകതയാണ്, അല്ലെ? പോസിറ്റീവ് ചിന്തകളെക്കാൾ ഉപരി നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മൈൻഡിൽ കൂടെ ഓരോ സെക്കൻഡിലും കടന്നു പോകുന്നു. വളരെ കുറച്ച് പോസിറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പോ നമ്മളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ, വെൻ വി ബിലീവ് ഇൻ അവേഴ്സെൽഫ്, നമ്മളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ എന്താ പ്രത്യേകത? നമുക്കുള്ള പല സംശയങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതും എന്തുകൊണ്ടാണ്? ഈ നെഗറ്റീവായുള്ള തോട്ട്സ് നമ്മളെ പിന്നിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പോ നമ്മളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, നമുക്ക് കഴിവുകളുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് നമ്മളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സംശയങ്ങളെ മറികടക്കാനും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും. അപ്പോ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വരെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബിലീവ് ഇൻ അവേഴ്സെൽഫ്. നമ്മളിൽ തന്നെ വിശ്വസിക്കുക. അപ്പൊ എന്തുണ്ടാവും? ഒരു സെൽഫ് കോൺഫിഡൻസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, സ്വയം വിശ്വസിച്ചുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടുള്ള ഗുണം എന്താ? സക്സസ് ആവുന്ന ഏതൊരാളിന്റെയും പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എവറി സക്സസ്ഫുൾ പേഴ്സൺ വിൽ ഹാവ് എ ഡ്രീം, അല്ലെ? അതില്ലാത്ത ഒരാളും സക്സസ് ആവില്ല. ഏതെങ്കിലും ഡ്രീംസ് ഉള്ള ഒരാളെ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ സക്സസ് ആവുള്ളൂ, അത് ഏത് മേഖലയിലും ആകട്ടെ. ഇപ്പൊ സക്സസ് എന്ന് പറയുന്നത് മോണിറ്ററി ടേംസിൽ മാത്രം പറയണമെന്നില്ല, ഏത് തരത്തിലുള്ള സക്സസ്. ഇപ്പോ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം വളരെ നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതായിട്ട് പറയുന്നത്, അല്ലെ? അഹിംസ, അല്ലെ നോൺ വയലൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ കൂടെയാണ്. പക്ഷെ ആ കൺസെപ്റ്റിൽ കൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിനെക്കുറിച്ച് ഡ്രീം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ ബിസിനസ്മെൻ, ഇപ്പൊ ബിൽ ഗേറ്റ്സിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ, അദ്ദേഹം തന്നെ പറഞ്ഞുണ്ട്,
ഐ ഹാഡ് എ ഡ്രീം. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിന് ആദ്യം അദ്ദേഹം സക്സസ്ഫുൾ ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിൽ ആദ്യം പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ഹാഡ് എ ഡ്രീം. അപ്പൊ എല്ലാവർക്കും ഈ സക്സസ്ഫുൾ ആകുന്ന എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നത്തെ പിന്തുടരാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ടെന്നുള്ളതാണ്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് സക്സസ്ഫുൾ ആവണം, എനിക്ക് മാസം 10 ലക്ഷം രൂപ ഇൻകം ഉണ്ടാക്കണം, എനിക്ക് വലിയ വീട് വയ്ക്കണം, അറിയപ്പെടുന്ന ആളായിട്ട് മാറണം, ഒക്കെ ഡ്രീംസ് ആണ് എല്ലാവരുടെയും. പക്ഷെ ഈ ഡ്രീംസിനെ പിന്തുടരാൻ, ഫോളോ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന, വളരെ സക്സസ്ഫുൾ ആകുന്ന ആളുകൾക്ക് മാത്രമേ അവരുടെ ഡ്രീമിനെ പിന്തുടരാനായിട്ട് സാധിക്കൂ. പക്ഷെ ഈ സ്വയം വിശ്വസിക്കുന്നത് പ്രധാനമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താ? APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഡ്രീംസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാണ്, അല്ലെ? ശരിക്കും ഡ്രീം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നു. അത് ആരാണ് കാണിച്ചു തരുന്നത് ശരിക്കും? അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 1-2 മണിക്കൂറിനുള്ളിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഡ്രീം കാണുന്നത്, സ്വപ്നം കാണുന്ന ഉറക്കത്തില്. എന്തുകൊണ്ടാണ്? ഉറക്കത്തിന്റെ അങ്ങേയറ്റത്തില് സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം ഉപബോധ മനസ്സ് പോലും ആ സമയത്ത് ഒരു ഉറക്കത്തിലേക്ക് എത്തുന്ന രീതിയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അപ്പോ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് എത്തിയില്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ കാണുന്നതാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ ചില സ്വപ്നങ്ങളില്ലേ, നമ്മൾ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോ ഒന്ന് ടോയ്ലറ്റോ പോയിട്ട് തിരിച്ചു വന്ന് കിടന്നു, ഒന്നോടെ ഉറങ്ങി. അതിന്റെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് കാണുന്ന പോലെ, സിനിമയുടെ ഇന്റർവെല്ല് പോലെ ബാക്കി ഭാഗം കാണും. നമ്മൾ പോപ്കോണൊക്കെ തിന്നിട്ട് വന്ന് വീണ്ടും സിനിമയുടെ ബാക്കി കാണുന്ന പോലെ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സ്വപ്നം ഇന്റർവെല്ലൊക്കെ ഉള്ള സ്വപ്നം. പലരും ചിരിക്കുന്നുണ്ട്, ചിലർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ എന്തായാലും സ്വപ്നത്തിന്റെ ഒരു അർത്ഥം ഇതിൽ പറയുക, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് സത്യത്തിൽ നമ്മളെ ഈ സ്വപ്നം കാണിച്ചു തരുന്നത്. അപ്പോ ഈ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ നല്ല സ്വപ്നമൊക്കെ ആയിരിക്കും. ചിലപ്പം വീട്ടിലാരെങ്കിലും വന്ന് നമ്മൾ വിളിച്ചേൽപ്പിക്കും നല്ല സ്വപ്നമൊക്കെ കണ്ടു കിടക്കുമ്പോൾ. അപ്പത്തേക്കും നമ്മൾ ചോദിക്കുന്നു, എന്നാ പരിപാടി കാണിച്ച, സ്വപ്നത്തിലെങ്കിലും നല്ല ഭക്ഷണമൊക്കെ തിന്നാൻ പറ്റുമായിരുന്നു. നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയിരിക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും സ്വപ്നം കണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസിലൊക്കെ പോയതായിട്ടായിരിക്കും നമ്മൾ സ്വപ്നം കണ്ടത്. വീട്ടിൽ നിന്നോ നമ്മളെ ടൂറൊന്നും വിടില്ല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ നമ്മൾ അവരോട് പറയും, ഞാൻ കണ്ടോണ്ടിരുന്ന സ്വപ്നത്തെ എന്തിനാണ് കളഞ്ഞത്? അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളും ഇപ്പൊ യഥാർത്ഥ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. സ്വപ്നങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മൾ സംശയത്തെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? സ്വപ്നം നമുക്കുണ്ട്, ഡ്രീംസ് ഉണ്ട്, പക്ഷെ അതോടൊപ്പം നമുക്ക് എന്തുണ്ട്? ഒരു സംശയവും കൂടെ ഉണ്ട്. ഈ സ്വപ്നം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഈ ഡ്രീമിനെ നമുക്ക് റിയാലിറ്റി ആക്കാൻ പറ്റുമോ? ചിലയിടത്തൊക്കെ ആൾക്കാർ എഴുതില്ലേ, എന്തായാലും വലിയ വീടുകളൊക്കെ വെച്ചു കഴിയുമ്പോൾ ഡ്രീം കംസ് ട്രൂ, അല്ലെ? അങ്ങനെ എഴുതില്ലേ, ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലേ, ഡ്രീം കംസ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. അപ്പൊ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇപ്പൊ ഒരു നല്ലൊരു വീട് വെക്കണമെന്നുള്ള അയാളുടെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒത്തിരി തീരുമാനങ്ങളുണ്ട്. എഫർട്ടിനേക്കാൾ ഉപരി തീരുമാനങ്ങളുണ്ട്. ചിലപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ ആയിരിക്കും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് വെറും 70,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത, അതായത് 70,000 രൂപ മുതൽ മുടക്ക് വെച്ചുകൊണ്ടാണ് ആ കമ്പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 7 പേരോ മറ്റോ ചേർന്ന് 10,000 രൂപ വെച്ചെടുത്ത് അങ്ങനെയാണ്. പക്ഷെ ഇത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ബേസ്ഡ് കമ്പനികളിൽ ഒന്നായിട്ട് മാറി, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ഡ്രീമാണ്, ഏതോ ഒരു വ്യക്തിയുടെ ഒരു ഡ്രീമാണ്. അപ്പോ ഈ നമ്മൾ സംശയത്തെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും? നമ്മുടെ ഡ്രീംസിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ സംശയം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ശ്രമങ്ങളെ നമ്മൾ തന്നെ അട്ടിമറിക്കും, അല്ലെ? നമ്മൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങുന്ന പല കാര്യങ്ങളും, പക്ഷെ നമ്മൾ തന്നെ അതിനെ അട്ടിമറിച്ച് കളയും. അട്ടിമറി വിജയം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ശ്രമങ്ങളെ നമ്മൾ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയാണ്. അതായത് അതിന്റെ കാരണം ഇപ്പം നേരത്തെ പറഞ്ഞാണ്, നമ്മുടെ മൈൻഡിൽ കൂടി ദശലക്ഷക്കണക്കിന് ചിന്തകൾ കടന്നു പോകുന്നതിൽ ഭൂരിഭാഗം ചിന്തകളും എന്താണ്? നെഗറ്റീവ് ചിന്തകളാണ്. അപ്പോ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നതും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നതും പോസിറ്റീവായുള്ള ചിന്തകൾ.
അതിനെ നെഗറ്റീവായുള്ള ചിന്തകൾ മൂടിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ലൈഫിൽ സക്സസ് ആകാൻ പറ്റാതെ പോകുന്നു. അപ്പൊ ലൈഫിൽ സക്സസ് ആകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോൾഡ് ഓൺ യുവർ ഡ്രീംസ് എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ഡ്രീംസിൽ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോ ശരിക്കും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്ന പല ഘടകങ്ങളും ഉണ്ട്. സത്യത്തിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സിൽ ഉള്ള കാര്യങ്ങളല്ല സത്യത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. എവിടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സത്യത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക? സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ്, ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ 3 തരത്തിലുള്ള മൈൻഡ് നമ്മൾ പറയുന്നുള്ളത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ശരിക്കും അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അർദ്ധബോധാവസ്ഥയിലോ ഉള്ള ഒരു അട്രാക്ഷൻ ആണ് സത്യത്തിൽ നമ്മളെ സ്വാധീനം ചെലുത്തുന്നത്. ബോധാവസ്ഥയിൽ അല്ല. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടൊക്കെ നമ്മൾ ഡ്രീം കാണണമെന്ന് പറയുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ വെറുതെ ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ സമയത്തൊക്കെ നമ്മൾ പൂർണ്ണമായും ബോധമനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. ശരിക്കും ഈ ബോധമനസ്സിന്റെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥയിൽ, ഒരുപക്ഷെ ഒരു അബോധാവസ്ഥയിലൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ നമുക്ക് ഉപബോധ മനസ്സ് കാണിച്ചു തരുന്നത്. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എന്തും നേടാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല, പിന്നെ മറ്റുള്ളവർ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അല്ലെ? നമുക്ക് സക്സസ് ആകാൻ പറ്റും, നമ്മൾ സക്സസ്ഫുൾ ആകും എന്നുള്ള വിശ്വാസം നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ പ്രവൃത്തിയിലും, നമ്മുടെ എടുപ്പിലും നടപ്പിലും അത് പ്രതിഫലിക്കും. അപ്പോൾ മാത്രമേ മറ്റുള്ള ആളുകൾ അത് വിശ്വസിക്കുള്ളൂ. ഞാൻ സക്സസ് ആകുമോ എന്ന് ഞാൻ തന്നെ സംശയിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമോ നിങ്ങൾ തന്നെ സംശയിക്കുന്നു. നിങ്ങളെ ആര് അംഗീകരിക്കും? ശരിക്കും ഡ്രീംസ് ഉള്ള ആളുകളെ മാത്രമേ ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ളൂ, അല്ലെ? എല്ലാ ലീഡേഴ്സും ഏത് മേഖലയിൽ നിങ്ങൾ എടുത്താലും, അതിപ്പോ റിലീജിയസ് ആകട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, എക്കണോമിക് ആവട്ടെ, ബിസിനസ് ആവട്ടെ, സോഷ്യൽ ആകട്ടെ, കൾച്ചറൽ ആവട്ടെ, ഏത് മേഖല നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് ഒരു കാര്യം പിടികിട്ടും. ആരെയാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള, അതായത് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളെ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നു. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ ഫോളോ ചെയ്താൽ നമുക്കറിയാം നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഒരു ആൾക്കാർ സക്സസ്ഫുൾ ആകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ ആരെയായിരിക്കും ഫോളോ ചെയ്യുക? തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളെ, അതായത് സ്വയം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നത്. ഏത് പ്രയാസകരമായുള്ള സാഹചര്യങ്ങളെയും ധൈര്യത്തോടെയും ആത്മവിശ്വാസം നേരിടാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത്, ഇതിനൊക്കെ തൊട്ടു മുമ്പ് വേണ്ടത് ശരിക്കും ഈ നമ്മളിൽ തന്നെയുള്ള വിശ്വാസം എന്നുള്ളതാണ്. അപ്പോ ഈ നമ്മളിൽ തന്നെയുള്ള വിശ്വാസം എന്തിലേക്ക് ലീഡ് ചെയ്യും? സെൽഫ് കോൺഫിഡൻസിലേക്ക് ലീഡ് ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിലേക്ക് ലീഡ് ചെയ്യും? കറേജ്, ഏത് കാര്യം ഏറ്റെടുത്ത് നടത്താനുള്ള ധൈര്യത്തിലേക്ക് അത് ലീഡ് ചെയ്യും. അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ്, കറേജ്, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ എത്രയെങ്കിലും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളിപ്പോ പറഞ്ഞാൽ ബിലീവ് ഇൻ യുവേഴ്സ്. അല്ലാതെ നമുക്ക് കറേജ് ഉണ്ടാവില്ല, അല്ലെ? ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒരു വലിയ കാര്യമൊക്കെ ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ ഉറപ്പായിട്ടും കറേജ് ആവശ്യമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ വാഹനം ഓടിക്കാൻ പഠിക്കും, കാർ ഓടിക്കാൻ പഠിക്കുന്നു, അല്ലെ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു. എനിക്ക് തന്നെ പരിചയമുള്ള പലരും ഉണ്ട്. അതായത് അവർക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെ? കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അവർക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല, അല്ലെ? ചിലപ്പോൾ വീട്ടിൽ കാറുണ്ടാവും, പക്ഷെ മിക്കവാറും ഡ്രൈവറെ വെച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താ? ഇത് ഓടിക്കാൻ പറ്റുമോ? ഒരു 100 മീറ്ററെങ്കിലും ഇത് ഓടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട്. ഈ ഡൗട്ട് എന്തിൽ നിന്നുണ്ടായത്? അവരവരിൽ തന്നെ ബിലീവ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ നിന്നാണ് ഡൗട്ട് ഉണ്ടായത്. ഡൗട്ട് ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? കറേജ് ഇല്ല, ധൈര്യമില്ല. വഴിയിലിറങ്ങിയാൽ വണ്ടി തട്ടുമോ എന്നുള്ള പേടിയാണ്. വഴിയിലിറങ്ങിയാൽ വണ്ടി തട്ടുമെങ്കിൽ ഇവിടെ ഈ കോടിക്കണക്കിന് കാറുകളും ബൈക്കുകളും ഇതിൽ ഓടില്ലല്ലോ, അല്ലെ? വണ്ടി തട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു കറേജ് ഉണ്ടാകുന്നത് ഈ സ്വയമുള്ള വിശ്വാസത്തിലാണ്. അതായത് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോ ആത്മവിശ്വാസത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും നമുക്ക് ഏതൊരു സാഹചര്യങ്ങളെയും, ചിലപ്പോ നമുക്ക് എതിരായിട്ടുള്ള സാഹചര്യമായിരിക്കാം, വിപരീത സാഹചര്യങ്ങളോടും മല്ലിട്ട് വിജയിക്കാനായിട്ട്, അല്ലെ വിജയത്തിനായിട്ട് ശ്രമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സത്യത്തിൽ ഈ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിന്റെ മുൻപുള്ള
പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബുക്കിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വാക്ക് അഫർമേഷൻ എന്നുള്ള വാക്കാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യവും മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക, അടിച്ചുറപ്പിക്കുക നമ്മൾ പറയണ്ടേ, സ്ഥിരീകരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റില്ല, അഫർമേഷൻ. അപ്പോ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പല പ്രാവശ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡാണ് ലോങ് ടൈമിൽ നമ്മുടെ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എല്ലാത്തിനെയും തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എത്രമാത്രം ഒരു കാര്യം അഫേം ചെയ്ത് ഉറപ്പിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് സക്സസ് ആകാനായിട്ട് പറ്റും. അതൊരു പതിവായിട്ടൊരു പരിശീലനം. നമ്മളിപ്പോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റും ഒക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ തന്നെ നമുക്ക് രാവിലെ 7:30 നമ്മുടെ മോർണിംഗ് ന്യൂട്രീഷൻ പ്രോഗ്രാം, സത്യത്തിൽ ഇത് ഒരു 4-5 ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് കൂടി അല്ലെ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് അതുവരെ ഇല്ലാതിരുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും ഇത് ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റും എന്നൊക്കെ ഉള്ളു. മറ്റേ നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ ഈ നമ്മളിൽ തന്നെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളിത് അഫേം ചെയ്തു അല്ലെ. 5 ദിവസം 6 ദിവസം. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് 21 ദിവസം ഞാനിത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പൊ അത് ഒരു ശീലമാക്കുക എന്നുള്ളതാണ് ഈ അഫർമേഷൻ എന്ന് പറഞ്ഞ എല്ലാ ദിവസം ശീലമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഒരു ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഇതിൽ പ്രോഗ്രാമിൽ പറഞ്ഞു. അപ്പൊ അതും ഈ ബുക്കിൽ പറഞ്ഞായിട്ട് കണക്റ്റഡ് ആണ്. 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ ഈ അഫർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്തുക എല്ലാ ദിവസവും. പറ്റുമെങ്കിൽ രാവിലെ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞ് ഏത് സമയത്തും ചെയ്യാമെന്നാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് എപ്പോൾ വേണേലും ചെയ്യാന്ന് പറയാം. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. 24 മണിക്കൂറിൽ എപ്പോൾ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഈ 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ അഫർമേഷൻ, നമ്മൾ സക്സസ്ഫുൾ ആകും, നമ്മൾ ഏതൊരു ലെവലിലുള്ള സക്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു 10 തവണയെങ്കിലും പറയാം. നമ്മൾ സക്സസ്ഫുൾ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു 10 തവണയെങ്കിലും നമ്മൾ ആവർത്തിച്ചു പറയാം. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് കുഴപ്പമുണ്ട്. ഈ കുഞ്ഞു പിള്ളേരെ പോലെയാണ്, പല പ്രാവശ്യം പറഞ്ഞു വരുമ്പോഴത്തേനും പിന്നെ അത് പഠിച്ചു. ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെ, അമ്മയോ അച്ഛനോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തത്ത പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ആ കുട്ടി ആര് വന്നാലും പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നല്ല വാക്കുകളാ പറയുന്നെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല വാക്കുകൾ പറയും, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോഴേക്കും ചെറിയ വെച്ചെന്ത് ചെയ്യും, ഗുഡ് മോർണിംഗ് പറയും. മോശം വാക്കൊക്കെ പഠിപ്പിച്ചു വെച്ച ഫാമിലി ആണെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും അവരെ എന്തായിരിക്കും പറയാ, മോശം വാക്കായിരിക്കും പറയാം. അപ്പൊ ഗസ്റ്റുകൾ പറഞ്ഞ് ഈ കൊച്ചിനെ ആരാ ഇത് പഠിപ്പിച്ചു വെച്ചാൽ വീട്ടുകാരുടെ കുഴപ്പമാണ് എന്ന് പറയും അല്ലെ. ഇതേ ഒരു രീതിയാണ്, ഈ ചെറിയ കുട്ടിയുടെ ഒരു രീതി തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഉപബോധ മനസ്സ് സത്യം പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സ്. പക്ഷെ ഉറങ്ങുമ്പോഴെന്ത് ചെയ്യുന്നു, നമ്മൾ ഉറക്കത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉപബോധ മനസ്സ് എന്ത് ചെയ്യും, നമ്മുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കും. കാരണം നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുവാണ് അന്നേരം. അതുകൊണ്ട് ഉപബോധ മനസ്സ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയമാണ് ഉറക്കത്തിന്റെയൊക്കെ ആദ്യഘട്ടം. അപ്പോ ഈ സമയങ്ങളിൽ നമ്മൾ കാണുന്ന ഡ്രീംസ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മുടെ ബ്രെയിനിലുള്ള പല കാര്യങ്ങളും ചകഞ്ഞെടുക്കുന്നു ഉപബോധ മനസ്സ് അല്ലെ. നമുക്ക് പണ്ട് നമ്മൾ ചെയ്യണം, പണ്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും പല സ്ഥലങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് തിരിച്ചു വരുന്നു. അത് നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ശരിക്കും എന്താണ് സ്ഫുലിംഗങ്ങൾ, തലച്ചോറിലുണ്ടാകുന്ന ചില വൈദ്യുത പ്രകടനങ്ങൾ നമുക്ക് പറയാം, സ്ഫുലിംഗങ്ങൾ നമ്മൾ പറയുന്നതാണ്. അതാണ് സത്യത്തിൽ സ്വപ്നമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് സെക്കൻഡുകൾ മാത്രം നീളുന്ന നമ്മുടെ സ്ഫുലിംഗങ്ങൾ, നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന സ്പാർക്ക് ആണ് നമ്മൾ കാണുന്ന ഡ്രീംസ് എന്നാണ് പറയാം. അപ്പോ ശരിക്കും ഈ നമ്മൾ കാണുന്ന ഡ്രീംസ് ക്രമരഹിതമാണ്, ഒരു ഓർഡറിലൊന്നുമല്ല ഇതിൽ കാണുന്നത്. ഒരു കൃത്യമായ ഓർഡർ ഒന്നുമില്ല അല്ലെ. നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഓർഡർ അല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ എറണാകുളത്തിന് പോകുകയാണെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്, ബസ്സിൽ കാറിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ. തൊടുപുഴയിൽ നമ്മള് മൂവാറ്റുപുഴ ചെല്ലുന്നു, കോലഞ്ചേരി ചെല്ലുന്നു, പിന്നെ പുത്തൻകുരിശി ചെല്ലുന്നു, തിരുവാങ്കുളം ചെല്ലുന്നു, തൃപ്പൂണിത്തുറ ചെല്ലുന്നു, വൈറ്റില ചെല്ലുന്നു, എറണാകുളം എത്തുന്നു. ഇങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ ചിലപ്പോൾ ആദ്യം എവിടെ ആയിരിക്കും അറിയോ, ആദ്യം കാണുന്നത് ചിലപ്പോൾ കോലഞ്ചേരി ആയിരിക്കും. കോലഞ്ചേരി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് തൊടുപുഴ ആയിരിക്കും. ഒരു ഓർഡർ ഉണ്ടാവില്ല, ഡിസോർഡർ ആയിട്ടാണ് ഈ സാധനം കിടക്കുന്നത്. എന്തുകൊണ്ടാ, ഈ ഉപബോധ മനസ്സിനൊരു കുഴപ്പമുണ്ട്. അതായത് ഇത് ഓർഡറിലാക്കി കൊണ്ടുപോകാൻ ഇവന് പറ്റുന്നില്ല. കാരണം നമ്മളത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്.
നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർഡറിൽ തന്നെ അവൻ കൊണ്ടുവരും. അതാണ് സബ്കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. അപ്പൊ അപ്പൊ സ്വയം നമ്മൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഇതൊക്കെ ഒത്തിരി സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. ഒത്തിരി സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ സ്റ്റഡീസിലൊക്കെ കാണിക്കുന്നത് ഒരു 7-നും 20-നും ഇടയിൽ നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ എന്താണോ പറയാൻ എന്താണോ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതൊരു 7-നും 20-നും ഇടയ്ക്ക് തവണ നമ്മൾ അഫേം ചെയ്യണം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരിക്കലും മറ്റുള്ളവരുടെ ചിന്താഗതികൾക്ക് നമ്മുടെ ചിന്താഗതികളെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ ചെവി കൊടുക്കാൻ നിൽക്കരുത്. പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ അശുഭാപ്തി വിശ്വാസം, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും, പെസിമിസം ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോ അവരെന്ത് ചെയ്യും? അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഡോൺ അലോ അതേഴ്സ് ടു സ്റ്റീൽ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ മോഷ്ടിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്വപ്നങ്ങൾ ആരുടെയാണ്? നമ്മുടെയാണ്. അത് വേറുള്ള ആളുകൾ നമ്മളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ലല്ലോ. അവർ മോഷ്ടിക്കാൻ ശ്രമിക്കും. നിനക്കൊന്നും സക്സസ് ആകാൻ പറ്റില്ല, നിനക്ക് 10ാം ക്ലാസ്സിൽ ഇത്രയും മാർക്കല്ലേ ഉള്ളൂ, നിനക്ക് സക്സസ് ആകാൻ പറ്റില്ല, പിന്നെ നിനക്ക് പൈസയൊന്നും ഇല്ല കാര്യമായിട്ട്, നിനക്ക് സക്സസ് ആകാൻ പറ്റില്ല, പിന്നെ നിനക്ക് ജോലി ഉണ്ടല്ലോ, ഈ ജോലിയുടെ ഇടയ്ക്കൊന്നും നിനക്ക് ഒരു കാര്യം ചെയ്ത് സക്സസ് ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് നിനക്ക് സക്സസ് ആകാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളോട് എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും എപ്പോഴെങ്കിലും അല്ലെ. നമ്മുടെ ഫാമിലിയിലുള്ളവരോ ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ സൊസൈറ്റിയിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, നീ വേറെ വല്ല കാര്യം അല്ലെ. അപ്പോ അത് ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ് എന്ന് ആളുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും അവര് പറഞ്ഞ് കേൾക്കരുത്, മറിച്ച് ആര് പറഞ്ഞ് കേൾക്കണം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ പറയുന്നത്, നമ്മുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കേൾക്കേണ്ടത് തീർച്ചയായിട്ടും. ഇതാണ് ഈ ബിലീവ് ഇൻ യുവേഴ്സൽ എന്ന പുസ്തകത്തിലെ കോറായിട്ടുള്ള കാര്യം. അപ്പോ ഇത് നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ, സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വളരെ ബ്രൈറ്റ് ആക്കാം, നമുക്ക് വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് നമുക്ക് സക്സസ് ആക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ബാക്ക് ടു ഗോവൻ ചേട്ടൻ.